അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. 2 ദിനങ്ങൾ, 18 സെഷനുകൾ, 25-ലേറെ പ്രഗത്ഭരായ ചിന്തകന്മാരുടെ ക്ലാസുകൾ. CLF-ന്റെ 7ാമത് എഡിഷനിലേക്ക് കോഴിക്കോടിന്റെ വിവിധ ക്യാമ്പസുകളിൽ നിന്നും എത്തിച്ചേർന്ന വിദ്യാർത്ഥികളെ സ്റ്റുഡൻസ് യൂണിയൻ നേതാക്കൾ സ്വീകരിക്കുന്ന കാഴ്ചയാണ് നമ്മളിവിടെ കാണുന്നത്. CLF-ന്റെ 7ാമത് എഡിഷനിലേക്ക് എത്തിച്ചേർന്ന വിദ്യാർത്ഥികളാണ് നമ്മുടെ കൂടെ ഉള്ളത്. CLF-ന്റെ ഈ ഒരു എഡിഷനിലേക്ക് എത്തിച്ചേർന്നപ്പോൾ നിങ്ങൾക്ക് എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളതെന്ന്? നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മൾ ഇതുപോലെ CLF-ൽ പങ്കെടുത്തിരുന്നു. അതിൻ്റെ പ്രചോദനമായിട്ട് തന്നെയാണ് നമ്മൾ ഈ കൊല്ലവും 7th എഡിഷൻ CLF-ലേക്ക് വന്നിട്ടുള്ളത്. CLF-നെ കുറിച്ച് പറയുക തന്നെയാണെങ്കിൽ തന്നെ വ്യത്യസ്തമായ വിഷയങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് CLF നടക്കുന്നത്. അത് നമ്മുടെ ഭാവിയിലേക്ക് തന്നെ അത് വളരെയധികം ഉപകാരപ്പെടും എന്നുകൊണ്ടാണ് നമ്മൾ ഇത്തരത്തിൽ ഓരോ വിദ്യാർത്ഥികളോട് ചോദിക്കുകയാണെങ്കിൽ CLF-നെ കുറിച്ച് 100 നാവുകളാണ് ഇവർക്കൊക്കെ പറയാനുള്ളത്. ഏതായാലും 2 ദിനങ്ങളിൽ നമ്മൾ കാണാനിരിക്കുന്ന CLF-നെ കുറിച്ച് ഓവറായിട്ട് പറയുന്നില്ല. ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് പിന്നീട് കാണാം.